എല്ലാവർക്കും നമസ്കാരം. ബയോളജി ബ്രീഫ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ +1 ബയോളജിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇൻഫ്ലോറസൻസിനെ പറ്റി മാത്രമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഷൂട്ട് എപ്പെക്സ് ഓർ സ്റ്റെം എപ്പെക്സ്, സ്റ്റെം എപ്പിക്കൽ മെരിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഒരു വെജിറ്റേറ്റീവ് ബ്രാഞ്ച് ഉണ്ടാകുന്നു. സ്റ്റെം എപ്പിക്കൽ മെരിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വെജിറ്റേറ്റീവ് ബ്രാഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഈ വെജിറ്റേറ്റീവ് ബ്രാഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റെം ആക്സിസ് കാണാം. ദിസ് ഇസ് സ്റ്റെം ആക്സിസ്. അതിൽ നോഡ്സ് കാണാം. ആ നോഡിൽ നിന്നും ലീവ്സ് എറൈസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ എപ്പിക്കൽ മെരിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നു. വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഇന്റർ നോഡുകൾ കാണാം. ഈ വെജിറ്റേറ്റീവ് ലീവ്സ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതേ സ്റ്റെം എപ്പിക്കൽ മെരിസ്റ്റം തന്നെ ഒരു പ്ലാന്റ് സെക്ച്വൽ മെച്യൂരിറ്റി എത്തുകയും മറ്റു ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഫ്ലോറൽ മെരിസ്റ്റമായി മാറും. ഈ ഫ്ലോറൽ മെരിസ്റ്റത്തിന് ഡെവലപ്മെൻറ്റ് ഫലമായിട്ട് ഫ്ലവർ ബ്രാഞ്ച് അല്ലെങ്കിൽ ഫ്ലോറൽ ബ്രാഞ്ച് ഉണ്ടാകും. ഈ ഫ്ലോറൽ ബ്രാഞ്ചിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഫ്ലവർ. അപ്പോൾ ഒരു വെജിറ്റേറ്റീവ് ബ്രാഞ്ചിന് തത്തുല്യമായി തന്നെ ആ മെരിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്ലവറിനെ ഒരു മോഡിഫൈഡ് ഷൂട്ട് എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഫ്ലവർ ഒരു പ്രത്യേക സ്ട്രക്ചർ അല്ല, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു മോഡിഫൈഡ് ഷൂട്ടാണ് ഫ്ലവർ. ഇനി ഈ സ്റ്റെം എപ്പിക്കൽ മെരിസ്റ്റം ഫ്ലോറൽ മെരിസ്റ്റം ആകുമ്പോൾ എന്തൊക്കെ മാറ്റം സംഭവിക്കും നോക്കൂ. ഇവിടെ ഈ വെജിറ്റേറ്റീവ് ബ്രാഞ്ചിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആക്സിസ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഷോർട്ട് ആക്സിസ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഷോർട്ട് ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഷോർട്ട് ആക്സിസിൽ വളരെ അടുത്തടുത്തിരിക്കുന്ന ഇന്റർനോഡുകൾ കാണാം. ഈ ഇന്റർനോഡിൽ നിന്നും ഇവിടെ വെജിറ്റേറ്റീവ് ലീവ്സ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ഫ്ലോറൽ ലീവ്സ് ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഫ്ലോറൽ ലീവ്സ് കാണാം. ഇനി ഈ ഫ്ലോറൽ ലീവ്സിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഫ്ലവർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഫ്ലവർ ഉണ്ടാകുന്നത് ഫ്ലോറൽ മെരിസ്റ്റത്തിൽ നിന്നാണ്. സാധാരണ ഫ്ലോറൽ മെരിസ്റ്റം ഡെവലപ്പ് ചെയ്ത് സിംഗിൾ ഫ്ലവർ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഫ്ലോറൽ മെരിസ്റ്റം ഡെവലപ്പ് ചെയ്ത് സിംഗിൾ ഫ്ലവർ ഉണ്ടാകുമെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പേരാണ് സോളിറ്ററി. എന്നാൽ ചിലപ്പോൾ ഈ ഫ്ലോറൽ മെരിസ്റ്റം റെസ്യൂംസ് കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് പ്രൊഡ്യൂസസ് മെനി ഫ്ലവേഴ്സ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു ഫ്ലോറൽ ആക്സിസിൽ അവ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ എന്താണ് ഇൻഫ്ലോറസൻസ്? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് മെനി ഫ്ലവേഴ്സ് അറൗണ്ട് ആൻ ആക്സിസ്. എന്തിനാണ് ഇൻഫ്ലോറസൻസ് കാണുന്നത്? ചില പ്ലാന്റുകളിൽ ഫ്ലവേഴ്സ് ചെറുതായിരിക്കും. അവയ്ക്ക് ഈ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഇൻസെക്റ്റുകൾ അട്രാക്ട് ആവുകയും ഒറ്റ വിസിറ്റിൽ തന്നെ ധാരാളം ഫ്ലവേഴ്സ് പോളിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇനി പ്ലാന്റുകളിൽ കാണുന്ന ഇൻഫ്ലോറസൻസ് 2 തരത്തിലാണ്. ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 2 തരത്തിലാണ്. ഒന്ന് റെസിമോസ്, രണ്ടാമത്തത് സൈമോസ്. ഇനി എന്താണ് റെസിമോസ്, എന്താണ് സൈമോസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫ്ലോറസൻസ് 2 തരത്തിലാണെന്ന് പറഞ്ഞു. ഇൻഫ്ലോറസൻസ് ആർ ഓഫ് 2 types. One is racemose, the other one is cymose. ഈ റെസിമോസ് പഠിക്കുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം, 2 വാക്ക് മാത്രം ജസ്റ്റ് ശ്രദ്ധിക്കുക. ഒന്ന് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ഓർ ഇൻഡിറ്റർമിനേറ്റ് ഗ്രോത്ത്. കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കും ഇൻഫ്ലോറസൻസ് ആക്സിസ്. രണ്ടാമത്തത് ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ ആക്രോപീറ്റൽ മാനർ. ഫ്ലവേഴ്സ് കാണപ്പെടുന്നത് ആക്രോപീറ്റൽ മാനറിലായിരിക്കും. അപ്പോൾ ഈ ഇൻഡെഫിനിറ്റ് ആവുമ്പോൾ സൈമോസിൽ ഇൻഫ്ലോറസൻസ് ആക്സിസിൻ്റെ വളർച്ച ഡെഫിനിറ്റ് മാനറിലാണ്.
വളർച്ച ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഫ്ലവർ ഉണ്ടാകുമ്പോൾ ആ വളർച്ച അവിടെ സ്റ്റോപ്പ് ആകും. നമ്മൾ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് ബേസിപീറ്റൽ മാനറിലാണ്. ബേസിപീറ്റൽ മാനർ. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ മാത്രം നിങ്ങൾ ഇൻഫ്ലോറസൻസ് ഓർമ്മിക്കുക. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി റെസിമോസിൽ നമ്മൾ പറഞ്ഞു, റെസിമോസ് ഇൻഫ്ലോറസൻസ് ഡയഗ്രാം നോക്കും. ഇതാ ഇവിടെ റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെ ഫോട്ടോ കാണാം. അപ്പോൾ എന്താ അവിടുത്തെ പ്രത്യേകത? ഈ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഇതാ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ ഫ്ലവേഴ്സ്, ഇത് ഇൻഫ്ലോറസൻസ് ആക്സിസ് ആണ്. ഇൻഫ്ലോറസൻസ് ആക്സിസ് കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വാക്കോടെ പറയാം, ഇൻഡെഫിനിറ്റ് ഗ്രോത്ത്. ഇൻഡെഫിനിറ്റ് ഗ്രോത്ത്. അപ്പോൾ ഇൻഫ്ലോറസൻസ് ആക്സിസ് കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നു. ഇനി അടുത്ത പ്രത്യേകത ഇവിടെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഫ്ലവർ ഇവിടെ ഡെവലപ്പ് ചെയ്തു. ഫസ്റ്റ് ഫ്ലവർ, രണ്ടാമത്തെ ഫ്ലവർ ഇവിടെ, മൂന്നാമത്തെ ഇവിടെ, നാലാമത്തെ. അപ്പോൾ ഇത് യങ് ആണ്, ഇത് ഓൾഡ് ഫ്ലവർ ആണ്. അപ്പോൾ യങ് ഫ്ലവർ ടോപ്പിൽ കാണുന്നു, ഓൾഡ് ഫ്ലവർ ബേസിൽ കാണുന്നു. ഈ അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ആക്രോപീറ്റൽ സക്സഷൻ എന്ന് പറയുക. ആക്രോപീറ്റൽ ഒരു വെജിറ്റേറ്റീവ് ബ്രാഞ്ചിൽ ലീവ്സും ഇങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ ഓൾഡ് ഫ്ലവേഴ്സ് ചുവട്ടിലും യങ് ഫ്ലവേഴ്സ് ടോപ്പിലുമായിട്ട് കാണുന്ന ഈ അറേഞ്ച്മെൻറ്റിന് ആക്രോപീറ്റൽ എന്ന് പറയും. ഇത് യഥാർത്ഥ ഇൻഫ്ലോറസൻസിൻ്റെ ഫോട്ടോ നിങ്ങൾ നോക്കൂ. യങ് ഫ്ലവേഴ്സ് ഇവിടെ കാണാം, ഓൾഡ് ഫ്ലവേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്രോപീറ്റൽ മാനറിൽ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുന്ന ഇൻഫ്ലോറസൻസ് ആണ്. നമ്മളിതിനെ റെസിമോസ് എന്ന് വിളിക്കും. റെസിമോസ്. ടെക്സ്റ്റിനകത്ത് ഇതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങൾ ഇനി ധാരാളം ഫാമിലി പഠിക്കണം. ആ ഫാമിലി ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടും, അതുകൊണ്ടാണ്. എന്നാലും തിയറി പരീക്ഷ എഴുതാൻ തയ്യാറാകുന്ന കുട്ടികൾ രണ്ട് എക്സാമ്പിൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഒന്ന് ക്രോട്ടലേറിയ, രണ്ട് ക്ലീറോഡെൻഡ്രോൺ. ഈ രണ്ട് പ്ലാന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്രോട്ടലേറിയ, ക്ലീറോഡെൻഡ്രോൺ, ഇത് രണ്ടും എക്സാമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത് രണ്ടാമത് നമുക്ക് സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. സൈമോസ് ഇവിടെ നമ്മൾ പറയുന്നത് നോക്കൂ, ഇവിടെ ഇൻഫ്ലോറസൻസ് ആക്സിസ് വളർന്നതിന് ശേഷം ഒരു ഫ്ലവർ ഉണ്ടാക്കി ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും ഗ്രോത്ത് ചുവട്ടിൽ നിന്ന് രണ്ടാമത് തുടങ്ങി, അതും ഒരു ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഓരോ ഇനിഷ്യലും ഓരോ ഫ്ലവർ ഉണ്ടാകുമ്പോൾ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മൾ തന്നെ പറയും ഡെഫിനിറ്റ് ഗ്രോത്ത് എന്ന് വിളിക്കും. ഡിറ്റർമിനേറ്റ് ഗ്രോത്ത് ആണ്, ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്. ഇനിയോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇത് ഓൾഡ് ഫ്ലവർ ആണ്. ഓൾഡ് ഫ്ലവർ മുകളിലാണ്, താഴെ യങ് ഫ്ലവേഴ്സ്. ഇത് ഓൾഡ് ഫ്ലവർ ആണ്, ഇവിടെ യങ് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ താഴോട്ടാണ് പുതിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ ബേസിപീറ്റൽ ഗ്രോത്ത് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. അപ്പോൾ ഇവിടെ ബേസിപീറ്റൽ മാനറിലാണ് ഗ്രോത്ത് നടക്കുക. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു പ്ലാന്റ് ഓർത്ത് വയ്ക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ജാസ്മിൻ, മുല്ല നിങ്ങൾ സൈമോസ് ഇൻഫ്ലോറസൻസിന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻഫ്ലോറസൻസ് പഠിക്കാനായിട്ടുള്ളൂ. ഇനി നമുക്കൊരു 3 ചോദ്യം കൂടി നമുക്കിത് നോക്കാം. ഒന്നാമത്തെ അസർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എ ഫ്ലവർ ഈസ് മോഡിഫൈഡ് ഷൂട്ട് വെയറിൻ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ചസ് ടു ഫ്ലോറൽ മെരിസ്റ്റം. അപ്പോൾ ഇവിടെ എ ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്, അത് തന്നെയാണ് ഫ്ലവറിൻ്റെ ഡെഫിനിഷൻ. ഫ്ലവർ ഒരു മോഡിഫൈഡ് ഷൂട്ടാണ്. വെയറിൻ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ചസ് ടു ഫ്ലോറൽ മെരിസ്റ്റം. ശരിയല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി നമുക്ക് റീസണിലേക്ക് വരാം. ഇന്റർനോഡ് ഓഫ് ദ ഷൂട്ട് ഗെറ്റ്സ് കണ്ടൻസ്ഡ്. ശരിയാണ്, ഇവിടെ ഇന്റർനോഡുകൾ കണ്ടൻസ് ചെയ്യും. ടെക്സ്റ്റിൽ അതേ സെൻറ്റൻസ് ആണ്. ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഫ്ലോറൽ അപ്പൻഡേജസ് ലാറ്ററലി അറ്റ് സക്സസീവ് നോഡ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. അത് തന്നെയാണ് അതിൻ്റെ വിശദീകരണം. ആദ്യം അസർഷൻ്റെ വിശദീകരണം തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അസർഷൻ റീസൺ ടൈപ്പ് തന്നെയാണ്. അസർഷൻ നോക്കൂ, ഇൻ സൈമോസ് ബ്രാഞ്ചിങ് ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് സ്റ്റോപ്സ് ആഫ്റ്റർ സം ടൈം. അപ്പോൾ സൈമോസ് ബ്രാഞ്ചിങ്, നമ്മൾ സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ് പഠിച്ചത്. അതുപോലെ തന്നെ സൈമോസും റെസിമോസും ബ്രാഞ്ചിങ് ഫ്ലവറിലുണ്ട്. അപ്പോൾ രണ്ടും കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ സൈമോസ് ബ്രാഞ്ചിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് സ്റ്റോപ്സ് ആഫ്റ്റർ സം ടൈം. ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ടെർമിനൽ ബഡ് ഗ്രോത്ത് നിർത്തും, എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്നും പുതിയ ബഡുകൾ ഉണ്ടായാണ് ഗ്രോത്ത് റെസ്യൂം ചെയ്യുന്നത്. റീസൺ നോക്കൂ, ദ ഗ്രോത്ത് ഓഫ് ദ മെയിൻ സ്റ്റെം ഈസ് ഡെഫിനിറ്റ്. അപ്പോൾ ഈ മെയിൻ സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ ടെർമിനൽ ബഡിൻ്റെ ഗ്രോത്ത് ഡെഫിനിറ്റ് ആണ്. ഇപ്പോൾ സൈമോസ് ടൈപ്പ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ മെയിൻ ബഡ് അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എപ്പോഴും ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ് കാണിക്കുക. അപ്പം അസർഷൻ റീസൺ രണ്ടും ശരിയാണ്. റീസൺ അസർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, സെലക്ട് ദ ഓപ്ഷൻ ഡു നോട്ട് ഹോൾഡ് ട്രൂ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫ്ലോറൽ ആക്സിസ്.
സെലക്ട് ദ ഓപ്ഷൻ ഡു നോട്ട് ഹോൾഡ്, ശരിയല്ലാത്തത്. സെലക്ട് ദ ഓപ്ഷൻ ഡു നോട്ട് ഹോൾഡ് ട്രൂ, ശരിയല്ലാത്തത്. നോക്കാം. എപ്പെക്സ് പ്രൊഡ്യൂസ് ഫ്ലോറൽ അപ്പൻഡേജസ്. അപ്പോൾ ഫ്ലോറൽ എപ്പെക്സ് എന്ത് ചെയ്യുന്നു? ഫ്ലോറൽ അപ്പൻഡേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയാണ് സ്റ്റേറ്റ്മെന്റ്, ട്രൂ ആണ്. ആക്സിസ് ഗെറ്റ്സ് കണ്ടൻസ്ഡ്, ഫ്ലോറൽ ആക്സിസ് കണ്ടൻസ് ചെയ്യുന്നു, ട്രൂ ആണ്. ഇന്റർനോഡ് ഇലോങ്ങേറ്റ്സ്, അല്ല, ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുകയല്ല, ഫ്ലോറൽ അപ്പെക്സിൽ ഇന്റർനോഡ് കണ്ടൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ട് ട്രൂ ആണ്, നോട്ട് ട്രൂ. ഫ്ലോറൽ അപ്പൻഡേജസ് ഫോംഡ് ലാറ്ററലി അറ്റ് സക്സസീവ് നോഡ്സ്, അതും ട്രൂ ആണ്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡു നോട്ട് ഹോൾഡ് ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? our answer is ഓപ്ഷൻ സി, ഇന്റർനോഡ് ഇലോങ്ങേറ്റ്സ് എന്നുള്ളതാണ് ആൻസർ. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.